ഫസ്റ്റ് ഓഫ് ഓൾ വളരെ ഹാപ്പി ആയിട്ട് അനൗൺസ് ചെയ്യാനുള്ളത്, അല്ലെങ്കിൽ ഈ ഒരു PDF അല്ലെങ്കിൽ PPT കിട്ടിയ സമയത്ത് മനസ്സിലാക്കാൻ പറ്റിയത് ഈ ഒരു പ്രോജക്റ്റിന്റെ നെയിം അത് ഫൈനലൈസ് ആയിട്ട് കിട്ടിയെന്നുള്ളതാണ്. നേരത്തെ ഇതായിരിക്കും നെയിം എന്നുള്ള ഒരു സൂചന ഉണ്ടായിരുന്നു നേരത്തെയുള്ള ടെക്നിക്കൽ ടീമിനോട് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട്. ഏതായാലും ഒഫീഷ്യൽ PDF കിട്ടിയ സമയത്ത് അതിന്റെ ഒരു കൺഫർമേഷൻ കിട്ടി. ലോഗോ എങ്ങനെയാണെന്നും ഫസ്റ്റ് ഫേസ് എങ്ങനെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളതും കോയിൻ ഫോർജ് എന്ന് പറഞ്ഞ ദ ഫ്യൂച്ചർ ഓഫ് ഡിജിറ്റൽ വെൽത്ത് എന്നുള്ള രീതിയിലാണ് UK ബേസ്ഡ് ആയിട്ടുള്ള ഈ ഒരു പ്രോജക്റ്റ് നമുക്ക് മുന്നിലേക്ക് തന്നിരിക്കുന്നത്. അതിന്റെ ഫസ്റ്റ് പേജാണ്, PDF-ന്റെ ഫസ്റ്റ് പേജാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മുന്നോട്ടുള്ള ഭാഗങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട PDF-ന്റെ കുറച്ച് ഭാഗങ്ങൾ കവേർഡ് ആണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് ടെക്നിക്കൽ സൈഡിൽ നിന്നും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിരുന്ന ഒരു ഇൻകം സ്ട്രക്ചറിനെയും അല്ലെങ്കിൽ ഏത് രീതിയിലാണ് കോൺട്രാക്ടിന്റെ വാല്യൂ എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് എംപവർ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഒരു PDF വെച്ചിട്ടായിരുന്നു, അല്ലെങ്കിൽ PDF ഡിസൈൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ പ്രസന്റ് ചെയ്തിരുന്നെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി ഒഫീഷ്യൽ PDF ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഓൾമോസ്റ്റ് 25 പേജസ് ആണുള്ളത്. നമുക്ക് ഇത്രയും ആവശ്യമില്ല, പക്ഷെ എങ്കിൽ പോലും ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന PDF-നെ കൃത്യമായിട്ട് അത് ഡിസ്ക്രൈബ് ചെയ്യുക എന്നുള്ളതാണ്. സോ മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് കോയിൻ ഫോർജ് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ ഏണിംഗ് പ്രോഗ്രാം ആണ്. കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ഓൺ സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ട് തന്നെയാണ്. നമുക്ക് കേട്ട് പരിചയമുള്ള ഡിജിറ്റൽ കോൺട്രാക്റ്റുകളായിട്ടാണ് ഓട്ടോമേറ്റഡ് ആയിട്ട് റൺ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തൊരു പ്രോഗ്രാമാണ്. കംപ്ലീറ്റ്ലി ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ആണ്. ഇവിടെ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ഇല്ല. കംപ്ലീറ്റ്ലി ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു ഇൻകം ഓഫർ ചെയ്യുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. അതേപോലെ കോയിൻ ഫോർജ് എന്ന് പറയുന്നതിൽ 100% ഡീസെൻട്രലൈസ്ഡ് ആണെന്നുള്ളതാണ്. നമുക്കറിയാം സെൻട്രലൈസ്ഡ് ഒരു മെക്കാനിസം എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റും അതേപോലെ ആർക്ക് വേണമെങ്കിലും ഏത് സമയത്തും നിർത്താനും അവരുടെ സമയത്ത് അത് നിർത്തി കംപ്ലീറ്റ്ലി വൈൻഡപ്പ് ചെയ്യാനൊക്കെ പറ്റുന്നതാണെങ്കിൽ ഡീസെൻട്രലൈസ്ഡിന്റെ ഒരു റിയൽ ഫോർമാറ്റ് എന്ന് പറയുന്നത് വൺസ് ഒരു ഡീസെൻട്രലൈസ്ഡ് ഫോർമാറ്റിലേക്ക് പ്ലഗ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് ആർക്കും മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല എന്നുള്ളതാണ്. മാറ്റങ്ങൾ വരുത്തുന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ആ ഒരു സ്മാർട്ട് കോൺട്രാക്ട് തന്നെ മാറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണ് റിക്വയർമെന്റ് വരിക. അപ്പോഴും വൺസ് ഡീസെൻട്രലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു സ്മാർട്ട് കോൺട്രാക്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കോഡിങ്ങിലൂടെ നമുക്ക് എപ്പോഴും ആക്സസ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം കോഡിങ് ഒരു ഈസിയസ്റ്റ് ആയിട്ടുള്ള റൂട്ട് അല്ലെങ്കിൽ പോലും എപ്പോഴും ഇങ്ങനെയുള്ള രീതിയിലുള്ള കൺസെപ്റ്റുകൾ വരുന്ന സമയത്ത് അത് Web3 വാലറ്റുകളിലൂടെ നമുക്ക് കയറി കംപ്ലീറ്റ് ആയിട്ട് ആ ഒരു ഇന്റർഫേസിലൂടെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഇവിടെ ഏതായാലും 100% ഡീസെൻട്രലൈസ്ഡ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമാറ്റ് തന്നെയാണ്. ഒരിക്കലും നിർത്താൻ പറ്റാത്ത രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പാസീവ് ആയിട്ടുള്ള ഇൻകം ഓപ്പർച്യൂണിറ്റി തന്നെയാണ് എല്ലാ യൂസേഴ്സിനും അത് ഓഫർ ചെയ്യുന്നത്. അതിലെല്ലാത്തിലും ഉപരി ഗ്ലോബൽ ആയിട്ട് ഒരു ആക്സസിബിലിറ്റി ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് ചെയ്യുന്ന രീതിയിലാണ് ഇതിന്റെ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ പ്ലാന്റെ ഓരോ ഭാഗങ്ങൾ കാണുന്ന സമയത്ത് മനസ്സിലാകും മിഷനും വിഷനും വളരെ ക്ലിയർ ആണ്. ഒരു ഫിനാൻഷ്യൽ ഫ്രീഡം തന്നെ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ എൻറ്റയർ പ്രോജക്റ്റിന്റെ ടീമിന്റെ ഭാഗത്തു നിന്നുള്ള മിഷൻ എന്ന് പറയുന്നത്. ആ ഒരു ഗ്രോത്ത് ഡെവലപ്മെന്റ് തന്നെയാണ്. ബ്ലോക്ക് ചെയിൻ ഒരുപക്ഷെ അറിയാത്തവരുണ്ടാവാം. കംപ്ലീറ്റ്ലി ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് കുറെ കൂടിയൊക്കെ നമുക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും. കാരണം ക്രിപ്റ്റോ കറൻസി കാലഘട്ടത്തിൽ മുതൽ ഇങ്ങോട്ടേക്കാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ ഒരു കാലഘട്ടം വന്നത്. സോ എവിടെയും ഒരു കംപ്ലീറ്റ്ലി എന്താ പറയാ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള, അതായത് നോഡിലൂടെ ഡോക്യുമെന്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. അതായത് ഒരിക്കലും ഡോക്യുമെന്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ട്രാൻസാക്ഷന് ഒരിക്കലും വേറൊരാൾക്ക് അതിനെ, അല്ലെങ്കിൽ ഇത് ചെയ്ത ആളുകൾക്ക് പോലും, അല്ലെങ്കിൽ ഇതിന്റെ നെറ്റ്വർക്കിൽ പോലും റിവൈസബിൾ ആവില്ല. അപ്പൊ ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. അതിന് ഓഫ്ലൈൻ ചെയിൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഓൺ ചെയിൻ ആയിട്ടുള്ള ബ്ലോക്ക് ചെയിനുകളും റൺ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ റൺ ചെയ്യുന്നത് ഒരു പബ്ലിക് ബ്ലോക്ക് ചെയിനിലാണ്. സോ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് മെക്കാനിസത്തിൽ ക്രിപ്റ്റോ കറൻസികളെല്ലാം തന്നെ റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ നെറ്റ്വർക്കിലൂടെയാണ്. സോ അവിടെ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഒരാൾക്കും ഒരു മാറ്റത്തിരുത്തലുകൾ വരുത്താൻ പറ്റാതിരിക്കുന്ന ഒരു ടെക്നോളജിയാണ്. ഗവൺമെന്റിലൊക്കെ തന്നെ ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. ഇവിടെ ഇന്ത്യയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ തന്നെ ബ്ലോക്ക് ചെയിനിലെ അല്ലെങ്കിൽ ബ്ലോക്ക് ചെയിൻ കോഴ്സുകൾ തന്നെ എല്ലാ യൂണിവേഴ്സിറ്റികളും ആഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. വേറെ എന്തെങ്കിലും ഒരു നെയിമായിട്ടൊന്നും കമ്പയർ ചെയ്ത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത് പ്യുവർലി ഒരു ലേറ്റസ്റ്റ് വേർഷൻ ഓഫ് ഇന്റർനെറ്റിന്റെ ഒരു വേർഷൻ എന്ന് പറയുന്ന രീതിയിലാണ് ബ്ലോക്ക് ചെയിൻ വന്നിരിക്കുന്നത്. Web3 അതായത് Web2യുടെ കാലഘട്ടത്തിൽ Web3 കാലഘട്ടത്തിലേക്ക് മൂവ് ചെയ്യുമ്പോൾ അവിടെ ഒരു രീതിയിലും ഹാക്ക് ചെയ്യാത്ത ഒരു സിസ്റ്റമാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി. നോൺ ഹാക്കബിൾ ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെയാണ്. നോൺ ഹാക്കബിൾ എന്നാണ് നമുക്ക് പ്രത്യേകിച്ച് കൺഫേം ആയിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം.
ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകൾക്കും അറിയായിരിക്കും. അറിയാത്തവരോടോ അല്ലെങ്കിൽ ഇതിന്റെ ബേസിക് മാത്രം അറിഞ്ഞു പോകുന്ന ആളുകളോടോ പറയാനുള്ളത്, ബിറ്റ്കോയിൻ തുടങ്ങിയ കാലഘട്ടം മുതൽ ഇങ്ങോട്ടൊക്കെ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 3 ലക്ഷത്തിൽ കൂടുതൽ ക്രിപ്റ്റോ കറൻസി കഴിഞ്ഞ 14 വർഷം കൊണ്ടായി എന്നുള്ളതാണ്. ബിറ്റ്കോയിൻ 2008 വരുന്ന സമയത്ത് ഇന്നൊരു 10-17 വർഷത്തിന്റെ ഇടയിലായിട്ട് ബിറ്റ്കോയിന്റെ വളർച്ച വലുതായിട്ടുണ്ടെങ്കിൽ അതോടൊപ്പം വളർന്നിരിക്കുന്ന ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. എത്തേറിയം ആണെങ്കിലും സൊലാനോ, അതേപോലെ USDT എന്ന് പറയുന്നത് ടെതർ ആണ്, എപ്പോഴും അമേരിക്കൻ ഡോളറായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. ഇന്ന് നമുക്ക് അമേരിക്കൻ ഡോളറിന്റെ റേറ്റ് എന്താണോ അതാണ് എപ്പോഴും ടെതറിന്റെ റേറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ USDTയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഡായ് ഒരുപക്ഷെ നമ്മൾ നേരത്തെ പ്രൊജക്റ്റിലൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമുക്ക് അതിന്റെ പ്രൈസിങ് അറിയായിരിക്കും, എപ്പോഴും US ഡോളറായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. പോളിഗൺ എന്ന് പറയുന്നത്, പോളിഗൺ മാറ്റിക് എന്ന് പറയുന്നത് ഒരു ക്രിപ്റ്റോ ഉണ്ട്. പോൾ എന്ന് പറയുന്ന രീതിയിൽ പോൾ എന്നുള്ള പേരിൽ ഓൾറെഡി ഒരു ക്രിപ്റ്റോ എലമെന്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ പോളിഗൺ എന്ന് പറയുന്നത് ഒരു ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും കൂടെയാണ്. സൊലാനോയിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്, എത്തേറിയത്തിൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഉണ്ട്. ഇങ്ങനെ ഒരുപാട് ബ്ലോക്ക് ചെയിൻ ടെക്നോളജികളും റൺ ചെയ്യുന്നുണ്ട്. ഇവിടെ ക്രിപ്റ്റോ കറൻസികളെല്ലാം റൺ ചെയ്യുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയിലാണ്. ബിറ്റ്കോയിൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾക്ക് വളർച്ച വലിയ രീതിയിൽ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പൊ കാലഘട്ടം മൂവ് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ എവല്യൂഷൻ ഓഫ് മണിയുടെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ റൂട്ട് നോക്കുകയാണെങ്കിൽ, പണ്ട് നമ്മൾ ബാർട്ടർ സിസ്റ്റം കേട്ടത് മുതൽ ഇങ്ങോട്ടേക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് ക്രിപ്റ്റോ കറൻസിയിൽ എത്തി നിൽക്കുന്ന ഒരു ഇമേജ് മാത്രമേ ഉള്ളൂ നമുക്ക് ഈവൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കാണാൻ പറ്റുള്ളൂ. എല്ലാ രാജ്യവും ക്രിപ്റ്റോ കറൻസിയിലേക്ക് മാറുന്നു. അവരവരുടെ ലീഗൽ ടെൻഡർ ആയിട്ടുള്ള അവരുടെ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്കിന്റെ കറൻസികൾ പോലും ക്രിപ്റ്റോയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. സോ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ചെയിൻ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് റൺ ചെയ്യുന്ന ഒരു എലമെന്റ് ആണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. സോ അവിടെ വില കൂടിയും കുറഞ്ഞും കൊണ്ടിരിക്കുന്ന ക്രിപ്റ്റോ കറൻസികളുണ്ട്, സ്റ്റേബിൾ ആയിട്ട് നിൽക്കുന്ന ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഇന്ത്യ ഒരു ക്രിപ്റ്റോ കറൻസി ഇറക്കുമ്പോൾ CBDC എന്ന് പറഞ്ഞ ഒരു ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്തിട്ട് അതിന്റെ കാര്യങ്ങൾ ഓരോ ബാങ്കുകളായിട്ട് പ്ലഗ് ചെയ്തുകൊണ്ട് കാര്യങ്ങൾ അതിന്റെ പൈലറ്റ് വേർഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതെല്ലാം ഇന്ത്യയുടെ കറൻസി ആകുമ്പോൾ ഇന്ത്യയുടെ INR ആയിട്ട് പെഗ്ഡ് ആയിട്ടാണ് ആ റേറ്റ് വരുന്നത്. ചില ക്രിപ്റ്റോ കറൻസികൾ, വിരലിലെണ്ണാവുന്ന ക്രിപ്റ്റോ കറൻസികൾ അത് US ഡോളറായിട്ട് സ്റ്റേബിൾ ആയിരിക്കും. റേറ്റ് US ഡോളറായിട്ട് പെഗ്ഡ് ആയിരിക്കുന്ന റേറ്റ് ആയിരിക്കും. ചില ക്രിപ്റ്റോ കറൻസികൾ മാർക്കറ്റിന്റെ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ബേസ് ചെയ്തിട്ട് ആളുകൾ കൂടുതൽ ഹോൾഡ് ചെയ്യുമ്പോൾ ഡിമാൻഡ് ആകുന്ന സമയത്ത് വില കൂടിക്കൊണ്ടിരിക്കും. സോ അതിലൊന്നാണ് ബിറ്റ്കോയിൻ എന്ന് പറയുന്നതും എത്തേറിയം എന്ന് പറയുന്നതും സൊലാനോ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസികളൊക്കെ തന്നെ. സോ അതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. നമ്മുടെ ഈ പ്രോജക്റ്റിന്റെ അല്ലെങ്കിൽ കോയിൻഫോർജിന്റെ റോഡ് മാപ്പ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും. 2025 മാർച്ചിലാണ്, അതായത് വരുന്ന മാസമാണ് ഇതിന്റെ കിക്ക് ഓഫ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് പ്രകാരം സ്മാർട്ട് കോൺട്രാക്റ്റുകളിലൂടെ, അതാദ്യം കുറച്ച് സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ നമുക്ക് ആളുകളെ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയും ആ കമ്മ്യൂണിറ്റി ബിൽഡപ്പ് ചെയ്യുന്നതിലൂടെ നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് തന്നെ USDT കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, ഞാൻ നേരത്തെ പറഞ്ഞു USDT എന്ന് പറയുന്നത് US ഡോളറായിട്ട് സ്റ്റേബിൾ ആയിരിക്കുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ റേറ്റ് നോക്കുകയാണെങ്കിൽ അപ്രോക്സിമേറ്റ്ലി 90 രൂപയാണ് എപ്പോഴും അതിന്റെ റേറ്റ്. സോ അതൊരു അസറ്റ് ഹോൾഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രിപ്റ്റോ കറൻസി അല്ല, പക്ഷെ എപ്പോഴും നമുക്ക് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എപ്പം വേണമെങ്കിലും അത് വിൽക്കാനും മറ്റൊരു ക്രിപ്റ്റോ കറൻസിയിലേക്ക് അത് മാറ്റം വരുത്താനൊക്കെ പറ്റുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയാണ് USDT. അപ്പൊ USDT ഉപയോഗിച്ചിരിക്കുന്ന സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, അത് കുറച്ച് സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന മാർച്ചിലാണ്. എക്സ്പെക്ട് ചെയ്യുന്നത് മാർച്ച് 10-ന്റെയും 15-ന്റെ ഇടയിലാണ്. സ്മാർട്ട് കോൺട്രാക്റ്റിൽ റോഡ് മാപ്പിൽ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത പേജുകൾ കാണുമ്പോൾ മനസ്സിലാവും. പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത് 3ഓളം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ, ടോട്ടൽ 9 സ്മാർട്ട് കോൺട്രാക്റ്റ് ഉള്ളത്. അതിൽ 6 സ്മാർട്ട് കോൺട്രാക്റ്റ് ആണ് മാർച്ചിൽ ലോഞ്ച് ചെയ്യുന്നത്. Q3 എന്ന് പറയുന്നത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിന്റെ ഇടയിൽ, എക്സ്പെക്ട് ചെയ്യുന്നത് ജൂലൈയിൽ തന്നെയാണ് പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആയിരിക്കുന്ന 3ഓളം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. Q3 2025 അതേപോലെ മൈനിങ്, അവരുടെ ഓൺ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട പബ്ലിക് മൈനിങ് നടക്കാൻ പോകുന്നത് Q3 2025 തന്നെയാണ്. അതേപോലെ തന്നെ എയർ ഡ്രോപ്പ്, നമുക്ക് ആദ്യത്തെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു എലമെന്റ് ആണ്, ഒരു എനർജി ടോക്കൺസ് ഉണ്ട്. ആ എനർജി ടോക്കനെ മാറ്റിയിട്ട് നമുക്ക് അതിന് വൈസ് വേഴ്സ, അതായത് ആ എനർജി ടോക്കന് ബദലായിട്ട് നമുക്ക് അവരുടെ ക്രിപ്റ്റോ കറൻസി എയർ ഡ്രോപ്പ് ആയിട്ട് തരുന്ന ഒരു സമയം എന്ന് പറയുന്നത് Q4 2025. Q4 2025 എന്ന് പറയുന്നത് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസം 2025. അതേപോലെ തന്നെ ആ കോയിൻ ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതും Q4 2025 തന്നെയാണ്. ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ, ബിനാൻസ് പോലുള്ള സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ 2025 ഡിസംബറിന് മുമ്പായിട്ട് തന്നെ അത് ലിസ്റ്റ് ചെയ്യും, അല്ലെങ്കിൽ ഡിസംബർ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് ലിസ്റ്റ് ചെയ്യാനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. $0.5 ആയിട്ടാണ്. അതേപോലെ ജനുവരി 2026 എല്ലാ മാസം 1-ാം തീയതി റോയാലിറ്റി ഡിസ്ട്രിബ്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിന്റെ ക്രൈറ്റീരിയ ഉണ്ട്, അത് ഈ PDF-ൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ മാർക്കറ്റ് പ്ലേസ്, ഓപ്പൺ സീ മാർക്കറ്റ് പോലെ ഓൺ മാർക്കറ്റ് പ്ലേസ് ആയിട്ട് NFT മാർക്കറ്റ് പ്ലേസ് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അത് Q1 2026
അതേപോലെ ഗെയിമിംഗ് പ്ലാറ്റ്ഫോമുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് Q2 2026. ഇങ്ങനെ ഇറങ്ങുന്ന ഒരു കൂട്ടം പ്ലാൻഡ് ആയിട്ടുള്ള റോഡ് മാപ്പാണ്, വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഒരു ക്ലിയർ പ്ലാനോട് കൂട്ടുള്ള റോഡ് മാപ്പാണ് ഈ 2025 2026 പാതി വരെയുള്ള ഒരു റോഡ് മാപ്പ് ഇപ്പം ഒഫീഷ്യലി അവർ ലോഞ്ച് ചെയ്തിരിക്കുന്ന PDF കാണിച്ചു വെച്ചിരിക്കുന്നത്. അതേപോലെ ഇതിന്റെ മെക്കാനിസം എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ്ലി ബിൽഡ് ചെയ്തിരിക്കുന്നത് പോളിഗൺ ബ്ലോക്ക് ചെയിനിലാണ്. നമുക്ക് എപ്പോഴും പോളിഗണിന്റെ സ്കാനറിൽ പോയി കഴിഞ്ഞാൽ പോളിഗൺ സ്കാനർ ആക്സസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ട്രാൻസാക്ഷൻസും ആർക്ക് വേണമെങ്കിലും എപ്പം വേണമെങ്കിലും ഏത് സമയത്തും അത് വാച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ബ്ലോക്ക് ചെയിൻ തന്നെയാണ് പോളിഗൺ ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്നത്. എത്തേറിയത്തിന്റെ സെക്കൻഡ് ലെയർ ആണ്. അതുകൊണ്ട് തന്നെ ട്രാൻസാക്ഷൻ ഫീസ് കമ്പാരിറ്റീവ്ലി കുറവുള്ളത് കൊണ്ടാണ് അവർ പോളിഗൺ ബ്ലോക്ക് ചെയിൻ തന്നെ സെലക്ട് ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നത്. നേരത്തെ നമ്മൾ ചെയ്ത പ്രോഗ്രാമിലൊക്കെ പോളിഗൺ തന്നെ ആയതുകൊണ്ട് നമുക്ക് ആ പോളിഗൺ ബ്ലോക്ക് ചെയിന്റെ വാല്യൂ ട്രാൻസ്പെറൻസി മനസ്സിലാകും. അതേപോലെ തന്നെ ട്രാൻസാക്ഷൻ എലമെന്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് നേരത്തെ ക്രിപ്റ്റോ കറൻസിയിൽ ഞാൻ പറഞ്ഞതുപോലെ USDT ആണ്. ടെതർ എന്ന് പറയും. USDT എന്ന് പറയുന്നത് US ഡോളർ ആയിട്ട് സ്റ്റേബിൾ ആണ്. വാല്യൂ 90 rupees ആണ് അപ്രോക്സിമേറ്റ്ലി എപ്പോഴും വരുന്നത് ഇന്ത്യൻ മണിയിൽ കണക്കൂട്ടുന്ന സമയത്ത്. കോഡ് വെരിഫൈഡ് ആയിട്ടുള്ള ഓഡിറ്റഡ് ആയിട്ടുള്ള വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് എല്ലാ യൂസേഴ്സിനും എല്ലാം കാണുന്ന രീതിയിൽ തന്നെയാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഒരു ഹ്യൂമൻ ഇന്റർവെൻഷനും ഇല്ലാതെ ഏണിംഗ് നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ട്രസ്റ്റഡ് വാലറ്റിലേക്ക് തന്നെ, ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക് പോലുള്ള വാലറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഇൻകം വരുന്ന രീതിയിലാണ്, ഒരു ഹ്യൂമൻ ഇൻവോൾവ്മെന്റ് ഇല്ലാത്ത രീതിയിൽ ഓട്ടോമേറ്റഡ് ആയിട്ടാണ് ആ ഒരു പ്രോഗ്രാം സെറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ആ കോഡിംഗ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇമ്മ്യൂട്ടബിൾ ആൻഡ് സെക്യൂർ ആണ്. ഒരിക്കലും ആർക്കും അത് വൺസ് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞിട്ടെങ്കിൽ ഒരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതും. അതേപോലെ തന്നെ ഒരു വളരെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് ഇതിനൊരു മെയിൻ്റനൻസ് ആൻഡ് റീസ്റ്റാർട്ടിംഗ് പ്രോസസ് ഇല്ല എന്നുള്ളതാണ്. സോ അത്രയും ക്ലിയർ ആണ് ആ ഒരു സൈഡ് എന്ന് പറയുന്നത്. അതേപോലെയാണ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റീസ്, അത് നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഗ്ലോബൽ ക്രിപ്റ്റോ അഡാപ്ഷൻ ആൻഡ് ചാലഞ്ചസ് എന്ന് പറയുന്നത് ഗ്ലോബലി ക്രിപ്റ്റോ യൂസേഴ്സ് ഇപ്പോൾ ഓൾറെഡി 500 മില്യണിൽ കൂടുതൽ ആൾക്കാർ ഗ്ലോബലി ഉണ്ട്. ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പം 20% കൂടുതൽ ആളുകൾ ക്രിപ്റ്റോ അഡാപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 7.2% ആയിരുന്നു 2022 ഡാറ്റ പ്രകാരം. ഇപ്പോഴത് 22% കൂടുതൽ ഓൾറെഡി അതായത് ഇന്ത്യൻ പോപ്പുലേഷനിൽ തന്നെ ക്രിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾ ഫെമിലർ ആയിട്ടുണ്ട്. അതേപോലെയാണ് ഡീസെൻട്രലൈസ്ഡ് ഫൈനാൻസുകളും സ്മാർട്ട് കോൺട്രാക്റ്റുകളുടെ ഒക്കെ ട്രാൻസ്ഫോർമേഷൻ ഫൈനാൻസിൽ കണക്ട് ചെയ്യുന്നു എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് എപ്പോഴും പാസീവായിട്ടും ആക്റ്റീവായിട്ടും ഇൻകം എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഗ്ലോബൽ ക്രിപ്റ്റോയിൽ പല പ്രോഗ്രാമുകളായിട്ട് വരാറുണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ട് അതിന്റെ സെക്യൂരിറ്റി മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളതാണ്. സോ ക്രിപ്റ്റോ ആളുകൾ അഡാപ്റ്റ് ചെയ്യുന്നത് ഈ ഒരു പല കാര്യങ്ങൾ കൊണ്ടുണ്ട്. ആളുകൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആളുകൾ പൊതുവെ ബ്ലോക്ക് ചെയിനെ കുറിച്ചും അറിഞ്ഞും മനസ്സിലാക്കി ചെയ്യുന്നതുകൊണ്ട് ഇന്ന് അത് അഡാപ്റ്റ് ചെയ്യാൻ ആളുകൾക്ക് കുറെ കൂടി ഈസിയാണ്. ചാലഞ്ച് ട്രഡീഷണൽ ഏർണിങ്സുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ട്രഡീഷണൽ എപ്പോഴും അത് സെൻട്രലൈസ്ഡ് ആയിരിക്കും. നമുക്കറിയാം, അവർക്ക് തോന്നുമ്പോൾ അവർക്ക് പൂട്ടും, അവർക്ക് തോന്നുമ്പോൾ അവർ നിർത്തും, അവർക്ക് തോന്നുമ്പോൾ പ്രൈസുകൾ മാറ്റം വരുത്തും, അവർക്ക് എന്താണോ തോന്നുന്നത് അവർ ചെയ്തുകൊണ്ടിരിക്കും. അവർക്ക് എപ്പം വേണമെങ്കിലും അത് ഓണാക്കാനും ഓഫാക്കാനും പറ്റും. അതാണ് ഈ ഒരു ട്രഡീഷണൽ ഏർണിംഗ് പ്രോഗ്രാമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ടത്. അവിടെ സെൻട്രലൈസ്ഡ് മെക്കാനിസം എന്ന് പറയുന്നത് എപ്പോഴും ഒരു നെഗറ്റിവിറ്റിയാണ്. നമുക്കറിയില്ല എപ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. എപ്പോഴും അതിന്റെ ഫീസ് ആണെങ്കിലും വിഡ്രോവൽ റെസ്ട്രിക്ഷൻസ് ആണെങ്കിലും നമുക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ 2-3 ദിവസം വെയിറ്റ് ചെയ്യുന്ന സിറ്റുവേഷന്, ഫ്രോഡ് നടക്കാനുള്ള മാനേജ്മെന്റുള്ള റിസ്ക് കൂടുതലായിരിക്കും. അവിടെ കോയിൻഫോർജ് ഏത് രീതിയിലാണ് ഒരു സൊല്യൂഷൻ ആയിട്ട് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് കോൺട്രാക്ട് ആയിട്ടാണ്. ഒരു അഡ്മിൻ കൺട്രോൾ ഇല്ല. വൺസ് ഈ സ്മാർട്ട് കോൺട്രാക്ട് ഡിപ്ലോയ് ചെയ്യുന്നതോടുകൂടി അതിന്റെ ഡിപ്ലോയിങ്ങിന്റെ മുമ്പുള്ള ടെസ്റ്റിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്നാണ് അവരിപ്പോൾ നമ്മളോട് കൺഫേം ചെയ്തിരിക്കുന്നത്. ആ ടെസ്റ്റിംഗ് കഴിയുന്നതോട്ടി മാർച്ച് 10-ാം തീയതിക്കോ 15-ാം തീയതിക്കോ ഉള്ളിൽ കൗണ്ട് ഡൗൺ വെച്ചത് റിലീസ് ആവുന്നതോട് കൂടിയിട്ട് നമുക്ക് അത് ത്രൂ ഔട്ട് ആയിട്ട് ഫംഗ്ഷൻ ആയിട്ട് നിൽക്കുന്ന, ഒരു കൺട്രോളും ഇല്ലാത്ത, ഒരാൾക്കും അതിലൊരു മാനിപ്പുലേഷൻ നടക്കാത്ത രീതിയിൽ അത് റൺ ചെയ്യുന്നു. ആളുകൾക്ക് അതിന്റെ ഇൻകം സ്ട്രക്ചർ അല്ലെങ്കിൽ അതിന്റെ ഏർണിങ്സ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് വളരെ ഇൻഡെപ്ത് ഇൻവോൾവ്മെന്റ് ആയിട്ട് നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് കോയിൻഫോർജ് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളത്. അവിടെ വളരെ ലോവസ്റ്റ് ഫീസ് ആയിരിക്കുന്ന ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ആയിരിക്കുന്ന പോളിഗൺ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു പ്രോസസ്സുമാണ്. സോ അത്രയാണ് ഈ ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റിന്റെ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെ ടോട്ടൽ ഒരു കീ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ബ്ലോക്ക് ചെയിൻ പവേർഡ് ആണ്. 100% ഡീസെൻട്രലൈസ്ഡ് ആണ്. ഇൻസ്റ്റന്റ് പേ ഔട്ട് ആണ്. എന്തൊരു ട്രാൻസാക്ഷൻ നമ്മളായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ നമ്മുടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിൽ നടക്കുകയാണെങ്കിലും നമുക്ക് കിട്ടേണ്ട ഇൻകം ആ ട്രാൻസാക്ഷൻ നടക്കുന്ന അതേ സെക്കൻഡ് തന്നെ നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നു എന്നുള്ളതാണ്. ഇവിടെ Web3 വാലറ്റുകളാണ് യൂസ് ചെയ്യുന്നത്. ട്രസ്റ്റ് വാലറ്റ്, ടോക്കൺ പോക്കറ്റ്, മെറ്റാമാസ്ക് പോലുള്ള. അതേപോലെ സെക്യൂരിറ്റി ആണെങ്കിലും ഇമ്മ്യൂട്ടബിലിറ്റി ആണ് കംപ്ലീറ്റ്ലി ആ സ്മാർട്ട് കോൺട്രാക്റ്റുകളെല്ലാം. ഗ്ലോബൽ ആക്സസിബിലിറ്റി ആണ്. നേരത്തെ പോയിന്റ് ഒന്നും കൂടി അത് കീ ഫീച്ചേഴ്സ് ആയിട്ട് അവർ ഈ ഒരു പേജിൽ മാർക്ക് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെ കോയിൻഫോർജിന്റെ ഒരു ഫ്ലോ എന്ന് പറയുന്നത് യൂസറിന്
നേരത്തെ പറഞ്ഞിരിക്കുന്ന വെബ്3 വാലറ്റുകളായിട്ടുള്ള ട്രസ്റ്റ് വാലറ്റോ ടോക്കൺ പോക്കറ്റോ മെട്ടോ മാസ്കോ ഉപയോഗിച്ച്. ഇപ്പൊ പ്രൈവറ്റ് ആയിട്ട് ഒരു വാലറ്റും ഇതിന് ഉപയോഗിച്ചിട്ടില്ല, വെബ്3 വാലറ്റ് ആണ്. അവിടെ നമുക്ക് ഏതെങ്കിലും ഒരാളുടെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതും അവിടെ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള 9ഓളം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ 6ഓളം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ഈ വരും ദിവസം ഓപ്പൺ ആകുന്ന സമയത്ത് അവിടെ നമുക്ക് എന്താണോ കംഫർട്ടബിൾ, നമുക്ക് എന്താണോ ഏണിങ്സ് വേണ്ടത്, എന്താണോ നമുക്ക് മനസ്സിലായത്, ആ രീതിയിൽ നമ്മൾ ആ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ ആക്ടിവേഷൻ നടത്തുക. അതിലൂടെ പാസീവ് ആയിട്ടുള്ള ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ റെഫറൽ ഇൻകമായിട്ടും ലെവൽ ഇൻകമായിട്ടും ഗ്ലോബൽ പൂളായിട്ടും അങ്ങനെ പല രീതിയിൽ അതിനെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വരുന്ന പേജുകൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. അതേപോലെ തന്നെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു കോൺട്രാക്റ്റുകളിന് ഈക്വലന്റ് ആയിട്ട് നമുക്ക് എനർജി ടോക്കൺ കിട്ടുന്നുണ്ട്. അത് ഭാവിയിൽ അത് നമുക്ക് ക്രിപ്റ്റോ ആയിട്ട് മാറ്റി തരുന്നതാണ്. ഇവിടെ ഫസ്റ്റ് പ്രോഗ്രാമിന് അവർ നെയിം ചെയ്തിരിക്കുന്നത് ഫോജ് റേസ് എന്നാണ്. അതൊരു കംപ്ലീറ്റ്ലി റെഫറൽ പ്രോഗ്രാമാണ്. നമുക്ക് നമ്മളുടെ ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഈ വെബ്3 എക്കോസിസ്റ്റത്തിലൂടെ. അവിടെ ഏണിങ്സ് ആയിട്ട് നമുക്ക് റെഫറൽ ഇൻകം ഉണ്ട്, ജനറേഷൻ ഇൻകം ഉണ്ട്, ഗ്ലോബൽ ഷെയർ ഉണ്ട്, ടോക്കൺ ഏണിംഗ് ചെയ്തുകൊണ്ട് അത് ഭാവിയിൽ അത് ക്രിപ്റ്റോ ആയിട്ട് എയർ ഡ്രോപ്പ് ആയിട്ട് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ നമ്മളുടെ ഒരു ക്രൈറ്റീരിയ ബേസ്ഡ് റോയാലിറ്റി ഇൻകം മൂവ് ചെയ്യുന്നത് ഈ ഒരു ഫോജ് റേസ് എന്ന് പറയുന്ന ഫസ്റ്റ് പ്രോഗ്രാമിലൂടെയാണ്. ഫോജ് റേസിന്റെ പ്രോഗ്രാമില് നേരത്തെ കണ്ടതുപോലെ നിങ്ങളിവിടെ കാണുന്ന 9ഓളം കോൺട്രാക്റ്റുകളാണ്. അവിടെ ഈ സിൽവർ കളറിലുള്ള കോൺട്രാക്റ്റുകളാണ് ഇപ്പം ഓപ്പൺ ആകാൻ പോകുന്നത്. 1, 2, 3, 4, 5, 6 നിങ്ങൾക്ക് ലൈനപ്പ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടാവും. ഈ ഒന്നിന്റെ വാല്യൂ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും $50 രണ്ടാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $100 മൂന്നാമത്തെ കോൺട്രാക്ടിന്റെ വാല്യൂ $150 4 200 5 250 6 300 ഇതാണ് ഓപ്പൺ ആകാൻ പോകുന്നത്. ഭാവിയിൽ ബൈ ജൂലൈയോട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ് 7ാമത്തെ കോൺട്രാക്ട് ആയിട്ടുള്ള $500 വാല്യൂ ഉള്ള കോൺട്രാക്റ്റും 8ാമത്തെ കോൺട്രാക്ട് $1000 9ാമത്തെ കോൺട്രാക്ട് $1500 അത് നമുക്ക് ജൂലൈയിലാണ് ഓപ്പൺ ആകുന്നു വരുന്നത്. അതിന്റെ വിളിക്കുന്ന പേര് തന്നെ പ്രീമിയം സ്മാർട്ട് കോൺട്രാക്റ്റുകൾ എന്നുള്ള രീതിയിലാണ്. അത് നമുക്ക് ഭാവിയിൽ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ പറ്റും. അത് ജൂലൈയോട് തൊട്ട് നമുക്കൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ആയതിനു ശേഷം നമുക്ക് അതിലേക്ക് മൂവ് ചെയ്യാനും പറ്റുന്നതാണ്. ഇവിടെ നിലവിൽ ഈ കോൺട്രാക്റ്റുകളെല്ലാം തന്നെ ഈവൻ ഈ 9 കോൺട്രാക്റ്റുകളെയും ഡിവൈഡ് ചെയ്തിരിക്കുന്നത് 5 ജനറേഷൻ കോൺട്രാക്ട് എന്നും ഗ്ലോബൽ ഷെയർ കോൺട്രാക്ട് എന്നുമാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും സ്ക്വയറിൽ കാണുന്ന 1 2 4 5 7 8 ഇതെല്ലാം 5 ജനറേഷൻ കോൺട്രാക്റ്റുകളാണ്. നമുക്ക് ജനറേഷൻ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ കോൺട്രാക്റ്റുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി താഴെ കാണുന്ന 3ാമത്തെയും 6ാമത്തെയും 9ാമത്തെയും കോൺട്രാക്റ്റുകളെല്ലാം ഗ്ലോബൽ ഷെയർ ആണ്. അവിടെ നമുക്ക് ഗ്ലോബലി ഷെയർ കിട്ടുന്ന രീതിയിലാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഈ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് ഇത്രയും കോൺട്രാക്ട് ഞാൻ ജസ്റ്റ് ഒരു പേജ് പിറകിലോട്ട് തന്നെ പോകാം. ഇവിടെ ഏത് കോൺട്രാക്ട് നമ്മളെ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് വന്നാലും നമ്മൾ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്ന കോൺട്രാക്റ്റുകൾക്ക് സമാനമായിട്ടുള്ള കോൺട്രാക്റ്റുകളാണ് അവർ ആക്ടിവേറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം 6 കോൺട്രാക്ട് ആണ് മാക്സിമം ഓപ്പൺ ആക്കാൻ പറ്റുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം ആൾക്ക് $50 എടുത്തുകൊണ്ട് ആദ്യത്തെ കോൺട്രാക്ട് മാത്രമേ ആക്ടിവേറ്റ് ചെയ്യാം. 50ഉം 100ഉം എടുത്തിട്ട് $150 ഉപയോഗിച്ചിട്ട് 2 കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാം. 50 + 100 + 150 ഉപയോഗിച്ചിട്ട് 3 കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യാം. ഇങ്ങനെ നമുക്ക് കംഫർട്ടബിൾ എത്രയാണോ അത്ര വെച്ച് വരെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാം. നിലവിൽ മിനിമം $50ഉം മാക്സിമം 50 + 100 + 150 + 200 + 250 + 300 എന്ന് പറയുന്ന ടോട്ടൽ വാല്യൂ ഓഫ് $1050 എന്ന് പറഞ്ഞാൽ 94,500 രൂപ എടുത്തിട്ടാണ് ഒരാൾക്ക് ഈ ലോഞ്ച് ചെയ്യാൻ പോകുന്ന സമയത്ത് മാക്സിമം ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന കോൺട്രാക്റ്റുകൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൽ ഏത് കോൺട്രാക്ട് ആര് നമ്മളായിട്ട് റെഫർ ചെയ്ത് ആക്ടിവേറ്റ് ചെയ്താലും നമ്മുടെ ഇൻവിറ്റേഷൻ ലിങ്ക് ആണ് ഉപയോഗിച്ചിരിക്കുന്നതെങ്കിൽ നമുക്ക് അവർ ആക്ടിവേറ്റ് ചെയ്യുന്ന ടോട്ടൽ കോൺട്രാക്ട് വാല്യൂയുടെ ഏത് കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്താലും അതിന്റെ 40% നമ്മുടെ റെഫറൽ ഇൻകമാണ്. അതിന് ഒരു ലിമിറ്റും ഇല്ല. അത് അൺകണ്ടീഷണൽ ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. നമ്മൾ ആരെ കണക്ട് ചെയ്താലും നമുക്ക് 40% ആ റെഫറൽ ഇൻകം കിട്ടും. പിന്നീടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കോൺട്രാക്റ്റുകളുടെ 20% 40% റെഫറൽ ഇൻകമാണ്. 20% എന്ന് പറയുന്നത് റോയാലിറ്റി ആയിട്ടും എൻറ്റയർ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റ് ഫണ്ടുമായിട്ടാണ്. അപ്പം അത് ഭാവിയിൽ അത് റോയാലിറ്റി പറഞ്ഞു ഓൾറെഡി 2026 ജനുവരി 1 മുതൽ റോയാലിറ്റി റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ എൻറ്റയർ പ്രോജക്റ്റിന്റെ ഡെവലപ്മെന്റുമാണ്. സോ ടോട്ടൽ 100%-ൽ 40% റെഫറൽ ഇൻകമായിട്ടും 20% ഈ റോയാലിറ്റി പ്രൊഡക്റ്റ് ഫണ്ടും കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കി 40% ആണ്. ഇവിടെ ഈ 40%-നെയാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന 5 ജനറേഷൻ ഇൻകത്തിലേക്കുള്ള 5 ജനറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ താഴെ മാക്സിമം 5 പേരാണ്. ആ ട്രീന്റെ പൊസിഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ജനറേഷൻ ആയിട്ട് 5 ലെവൽ വരെ നമ്മുടെ ഏതൊരു വ്യക്തി എവിടെയാണോ പ്ലേസ്മെന്റ് ആയിരിക്കുന്നത് അതിന്റെ മേളിലുള്ള 5 ലെവലുള്ള ആളുകൾക്കാണ് ആ 40% 5ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 8% വെച്ചിട്ട് 5 ജനറേഷനിലേക്ക് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അത് $50 ആണെങ്കിൽ $50ന്റെ 40% 5ആയിട്ട് നേരെ ഡിവൈഡ് ചെയ്ത് പോകും. അത് $100 ആണെങ്കിൽ $100ന്റെ 40% നേരെ അപ്ലൈനിന് 5 അപ്ലൈനുകളായിട്ട് അതായത് 5 അപ്ലൈൻ ലെവലുള്ള ആളുകളിലേക്കാണ് അത് ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അത് 200 ആണെങ്കിലും അങ്ങനെ തന്നെ ആണെങ്കിൽ 250 അങ്ങനെയാണ്. ഭാവിയിൽ വരുന്ന 500 ആണെങ്കിലും 1000 ആണെങ്കിലും അങ്ങനെ തന്നെയാണ്.
ഇവിടെ ഗ്ലോബൽ ഷെയർ എന്ന് പറയുന്നത് $150, $300, $1500. ഇത് ഇവിടെ ഓപ്പൺ ആവാൻ പോകുന്നത് 150, 300 ആണെങ്കിൽ ഈ 150ന്റെ ആക്ടിവിറ്റി നടത്തിയ ആളുകൾക്ക് ഗ്ലോബൽ ഷെയർ എന്ന് ഉദ്ദേശിക്കുന്നത് ലോകത്ത് ആര് ആ 150 കോൺട്രാക്ട് ആക്ടിവിറ്റി ചെയ്താലും നമുക്കും അതിന്റെ ഒരു വിഹിതം കിട്ടുന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 150 പോകുന്നത് $60 ആണ്. 300 എന്ന് പറയുന്ന ആറാമത്തെ കോൺട്രാക്ട് ഒന്നും ഗ്ലോബൽ ഷെയർ ആയിട്ട് പോകുന്നത് $120 ആണ്. സോ അത് നിങ്ങൾക്ക് വരുന്ന പേജുകൾ ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ആ 5 ജനറേഷൻ മാട്രിക്സ് റൺ ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൽ നിന്നും 40% ഫിക്സഡ് ആയിട്ട് നമുക്ക് റെഫറൽ ഇൻകം കിട്ടും. ഒരു കണ്ടീഷനും ഇല്ല. ലെവൽ ഇൻകം നോക്കുകയാണെങ്കിൽ 40% 5 പേരിലേക്കായിട്ട് 5 അപ്ലൈനിലേക്കായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ആകുന്നതാണ്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ താഴെ 5 ലെവലിൽ നിന്ന് വരെ നമുക്ക് ആ റെഫറൽ ഇൻകം 8% കിട്ടും. അപ്പൊ നമ്മളെ താഴേക്ക് ആ ഒരു ട്രീ ബിൽഡ് ചെയ്ത് പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും. 5 ജനറേഷൻ എന്ന് പേരിട്ടുണ്ടെങ്കിൽ 5 ജനറേഷൻ ഇൻകം എന്ന് മാത്രമല്ല, അതൊരു 5 മാട്രിക്സും കൂടിയാണ്. 5 പേരാണ് മാക്സിമം നമ്മുടെ ഡയറക്ട് റെഫറലിൽ ആ ഒരു പൊസിഷൻ ഫിൽ ചെയ്യാൻ പറ്റുന്നെങ്കിൽ അതിന്റെ താഴെ 25 പേരും അതിന്റെ താഴത്ത് 125 എന്നുള്ള രീതിയിലാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നുള്ള 20% ഞാൻ നേരത്തെ പറഞ്ഞ റോയാലിറ്റി ആൻഡ് പ്രൊജക്ട് ഫണ്ടാണ്. ഇങ്ങനെയാണ് ഈ ഒരു കോൺട്രാക്ടിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ കോൺട്രാക്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും 50, 100, 200, 250. ഒന്നാമത്തെയും രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും കോൺട്രാക്ടുകളാണ് ഇപ്പൊ ലൈവ് ആകാൻ പോകുന്ന സിൽവർ കളറിലുള്ളത്. അവിടെ നമ്മുടെ താഴെ നമുക്ക് പ്ലേസ്മെന്റ് എടുക്കാൻ പറ്റുന്നത് മാക്സിമം 5 പേരാണ്. അതായത് ഒരാൾക്ക് 5 പേരെ റെഫർ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, ഒരാൾക്ക് പ്ലേസ്മെന്റ് വരാൻ പോകുന്നത് മാക്സിമം 5 പേരാണ്. 5 കഴിഞ്ഞിട്ട് നമുക്ക് 6 വരുവാണെങ്കിൽ നമ്മുടെ സെക്കൻഡ് ലെയറിൽ എവിടെയാണോ പ്ലേസ്മെന്റ് അവൈലബിൾ അവിടെ പോയി പൊസിഷൻ ആവും. അതിലും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെ 3rd ലെയറും നമ്മുടെ 4th ലെയറും നമ്മുടെ 5th ലെയറും അത് ഫില്ലാകുക തന്നെ ചെയ്യും. സോ മനസ്സിലാക്കേണ്ടത് നമ്മളെ ഫസ്റ്റ് ലെയറിൽ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് മാക്സിമം 5 പേരാണെങ്കിൽ സെക്കൻഡ് ലെയർ ജനറേഷൻ എന്ന് പറയുന്നത് അതിന്റെ നേരെ ഡ്യൂപ്ലിക്കേഷൻ 5 × 5 25 പേരാണ്. 3rd ലെയർ ആകുമ്പോഴേക്കും ആ 25നെ 5 പേരോട്ട് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്ന സമയത്ത് 105 പേരും, 4th ലെയർ ആകുമ്പോഴേക്കും 605 പേരും, 5th ലെയർ ആകുമ്പോഴേക്കും അത് 3105 പേരുമാണ്. ഇങ്ങനെ നോക്കുമ്പോൾ ടോട്ടൽ 3905 പേരെടുത്തുനിന്നും നമുക്ക് റെഫറൽ ഇൻകം ആയിട്ടുള്ള 8% വെച്ചിട്ട് കിട്ടാനുള്ള ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നർത്ഥം. ഭാവിയിൽ 7ാമത്തെയും 8ാമത്തെയും കോൺട്രാക്ട് എന്ന് പറഞ്ഞത് വലിയ വാല്യൂ ആണ്. അത് വരുമ്പോഴേക്കും നമുക്ക് നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരാനും പറ്റും. ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു പ്രയോറിറ്റി പൊസിഷനിങ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ആദ്യത്തെ മേലെ കാണുന്ന എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഓൾറെഡി 5 പേരെ പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അവരുടെ ഓരോ ആളുകളുടെ താഴത്തും ഇങ്ങനെയുള്ള രീതിയിലാണ് ആളുകൾ വന്നിരിക്കുന്നത് വിചാരിച്ചോ. എന്റെ താഴത്ത് 2 പേര് വന്നിട്ടുണ്ട്, ബിന്റെ താഴത്ത് 2 പേര് വന്നിട്ടുണ്ട്, സിന്റെ താഴത്ത് 2 പേര് വന്നിട്ടുണ്ട്, ഡിന്റെ താഴത്ത് ഒരാളേ ഉള്ളൂ, ഇന്റെ താഴത്ത് 3 പേര് വന്നിട്ടുണ്ട്. ഈ സമയത്താണ് എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരാളെ അഡീഷണൽ അയാളുടെ റെഫർ ലിങ്ക് കിട്ടുന്ന രീതിയിൽ തന്നെ, കാരണം ആള് റെഫർ ചെയ്യാം, എത്ര പേരെ വേണമെങ്കിലും റെഫർ ചെയ്യാം. പൊസിഷൻ താഴെ പോയാലും റെഫർ ലിങ്കം ആരാണോ റെഫർ എടുത്തിരിക്കുക അവർക്ക് തന്നെയാണ് കിട്ടുക. സോ 5 പേരെ റെഫർ ചെയ്തിട്ട് പ്രയോറിറ്റി പൊസിഷൻ വെക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ ഈ എക്സ് എന്ന് പറഞ്ഞ വ്യക്തി ഒരാളെയും കൂടിയും റെഫർ ചെയ്യുകയാണെങ്കിൽ 40% റെഫർ ലിങ്കം കിട്ടും ചെയ്യും. പ്ലേസ്മെന്റ് വരാൻ പോകുന്നത് സിസ്റ്റം നോക്കുന്നത് എന്റെ താഴത്ത് ഓൾറെഡി 2 പേരുണ്ട്, ബിന്റെ താഴത്ത് 2 പേരുണ്ട്, സിന്റെ താഴത്ത് 2 പേരുണ്ട്, ഡിന്റെ താഴത്ത് ഒരാളുള്ളൂ, ഇന്റെ താഴത്ത് ഓൾറെഡി 3 പേരുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ ഡിന്റെ താഴത്താണ് സിസ്റ്റം പ്ലേസ് ചെയ്യുക. അങ്ങനെ ഡിന്റെ താഴത്ത് പ്ലേസ് ചെയ്യുമ്പോഴും റെഫർ ചെയ്താക്ക് റെഫർ ലിങ്കം കിട്ടുകയും ചെയ്യും, ഡിക്ക് ഒരു 8% റെഫർ ലെവൽ ഇൻകം കിട്ടുകയും ചെയ്യും. ആ 5 ജനറേഷൻ കോൺട്രാക്റ്റുകളുടെ 8% അദ്ദേഹത്തിന് റെഫർ ലെവൽ ഇൻകം കിട്ടും, എക്സിന് ലെവൽ ഇൻകം കിട്ടും, അതിന്റെ മേലുള്ള 3 പേർക്കും ലെവൽ ഇൻകം കിട്ടും. ഇങ്ങനെ ഒരു പ്രയോറിറ്റി പൊസിഷൻ നടക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ അപ്ലൈൻ കാരണം നമ്മുടെ ട്രീ ബിൽഡ് ആവും, നമ്മൾ കാരണം നമ്മുടെ ട്രീ ബിൽഡ് ആവും, നമ്മുടെ ടീം കാരണം നമ്മുടെ ട്രീ ബിൽഡ് ആവും. സോ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ 3905 ആളുകളെ ഫില്ല് ചെയ്യുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന ഒരു കേസ് വരികയാണെങ്കിൽ ഇതൊന്ന് ഫുൾ ഫ്ലഡ്ജ് തന്നെ ഫുൾ ഇൻകം എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഗ്ലോബൽ ഷെയറിനെ കുറിച്ച് പറയാം. നമുക്കറിയാം 150 മൂന്നാമത്തെ കോൺട്രാക്ട് ആയ $150, 6ാമത്തെ കോൺട്രാക്ട് ആയ $300 കോൺട്രാക്റ്റും ഇനി ഭാവിയിൽ വരാൻ പോകുന്ന 9ാമത്തെ കോൺട്രാക്ട് ആയ $1500 അത് കണക്ട് ചെയ്യുന്നത് ഗ്ലോബൽ ഷെയർ ആയിട്ടാണ്. അവിടെയും നമുക്ക് എന്താണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് റെഫർ ലിങ്കം കിട്ടുന്നുണ്ട്, 20% ഫിക്സഡ് ആയിട്ട് റോയാലിറ്റി പ്രൊഡക്റ്റിലേക്ക് പോകുന്നുണ്ട്. ബാക്കി 40% ഇത് കണക്ട് ചെയ്യുന്നത് ആ ഒരു കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ഗ്ലോബലി ആര് ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഷെയർ കിട്ടും. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു $150 ഒരു കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ഒരാളാണെന്ന് വിചാരിക്കാം. നിങ്ങൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കോൺട്രാക്ടിന്റെ $150 40% എന്ന് പറയുന്നത് $60 ആണ്. ഈ $60 നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആ ഒരു സെക്കൻഡ് മുമ്പ് ലോകത്ത് ആരെല്ലാമാണോ ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നത് അവർക്കൊക്കെ അതൊരു വിഹിതമായിട്ട് ഈക്വലി ഷെയർ ചെയ്തിട്ട് പോകും. മനസ്സിലാക്കേണ്ട, ഉദാഹരണത്തിന് നിങ്ങൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു 100 പേരാണെന്ന് വിചാരിക്കാം. 100 പേര് എക്സാമ്പിൾ ആണ് ഞാൻ പറയുന്നത്. 100 പേര് ആക്ടിവേറ്റ് ചെയ്തിരിക്കുന്നു. $150 മൂന്നാമത്തെ കോൺട്രാക്ട് 100 പേര് ആക്ടിവേറ്റ് ചെയ്തെന്ന് വിചാരിക്കാം.
അങ്ങനെ 100 പേര് ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന സമയത്താണ് 101ാമത്തെ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ആരുടെ ട്രീയിലോ ആവട്ടെ, ഏത് ടീമിലോ ആവട്ടെ, ഏത് ഓർഗനൈസേഷനിലോ ആവട്ടെ, ഗ്ലോബലി നിങ്ങൾ ഈ ഓപ്പർച്യൂണിറ്റിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ $150 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന മൊമെന്റിൽ ആ $60 നേരത്തെ ഓൾറെഡി ആക്ടിവേറ്റ് ആയി നിൽക്കുന്ന ആ 100 പേരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. ആ മൊമെന്റ് മുതൽ നിങ്ങളും ആ 101ാമത്തെ ആളായിട്ട് ആ ഗ്രൂപ്പിന്റെ ഭാഗമാവുകയും ചെയ്യും. ലോകത്ത് ഏത് രാജ്യത്ത് എവിടെ ആ $150 ഒരു ആക്ടിവിറ്റി നടക്കുമ്പോഴും ആ $60 ഷെയർ കിട്ടാനുള്ള അർഹത നിങ്ങൾക്കും ഉണ്ട്. അതാണ് അതിന്റെ എലിജിബിലിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ഇൻ കേസ് നമ്മളെ ടീം ബിൽഡ് ആവാതിരിക്കുകയോ എന്തെങ്കിലും ഡിലേ വന്നാൽ പോലും നമ്മൾ ആ ഒരു ഗ്ലോബൽ ഷെയർ ആക്ടിവിറ്റി, ഗ്ലോബൽ ഷെയർ കോൺട്രാക്റ്റുകൾ $150 മൂന്നാമത്തെ കോൺട്രാക്റ്റും $300 ആറാമത്തെ കോൺട്രാക്റ്റും ആക്ടിവേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ആ ഗ്രൂപ്പിൽ നമ്മളും ഉണ്ട്, അല്ലെങ്കിൽ ആ ടീമിൽ നമ്മളും ഉണ്ട്. അവിടെയും നമുക്ക് അതിന്റെ ഈക്വൽ ഷെയർ കിട്ടുന്നു എന്നുള്ളതാണ്. $150 ആണെങ്കിൽ $60 ഒരു ഷെയർ കിട്ടും. $300 ആണെങ്കിൽ $120 ഷെയർ കിട്ടും. ഭാവിയിൽ $1500 ഒമ്പതാമത്തെ കോൺട്രാക്ട് ആണെങ്കിൽ അവിടെ എത്ര കിട്ടുന്നത്? $600, അതായത് 40% $600, $600 ഒരു ഷെയർ കിട്ടും. അത് ഈ ഓരോ ആളുകൾ ലോകത്ത് നമുക്ക് ശേഷം ആക്ടിവേറ്റ് ചെയ്യുമ്പോഴും നമുക്ക് അതിന്റെ ഷെയർ കിട്ടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ രീതിയിലാണ് അവരത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. മൂന്നാമത്തെ കോൺട്രാക്ട് നിങ്ങൾ കാണുന്നുണ്ടാവും. $150 ആണ്. 40% എന്ന് പറയുന്ന $60 ആണ്. ഈ $60 ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്കാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. $300 ആറാമത്തെ കോൺട്രാക്ട് എന്ന് പറയുന്നത് 40%, $120 ആണ്. ഈ 40% എന്ന് പറയുന്ന $120 ആണ് ആ ഗ്രൂപ്പിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകുന്നെങ്കിൽ ഭാവിയിൽ വരാൻ പോകുന്ന $1500 ഒമ്പതാമത്തെ കോൺട്രാക്ടിന്റെ 40% എന്ന് പറഞ്ഞാൽ $600 ആണ്. $600 ആ ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ആയി പോകും. മനസ്സിലാക്കേണ്ടത്, മൂന്നാമത്തെ കോൺട്രാക്റ്റിലുള്ള മുഴുവൻ ആളുകളും ആറാമത്തെ കോൺട്രാക്റ്റിൽ ഉണ്ടാവില്ല. കാരണം 3 വരെ ആക്ടിവേറ്റ് ആക്കിയ ആളുണ്ടാവും, ഒരുപക്ഷെ 5 വരെ ആക്ടിവേറ്റ് ആക്കിയ ആളുണ്ടാവും. അയാൾ 6 ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ആറാമത്തെ കോൺട്രാക്ട് ഉണ്ടാവുക. അതേപോലെ 7ഉം 8ഉം വരെ ആക്ടിവേറ്റ് ചെയ്ത ഒരാൾ വരെ ഉണ്ടാവും, പക്ഷെ 9 ആക്ടിവേറ്റ് ചെയ്താൽ മാത്രമേ ഉള്ളൂ 9ന്റെ കോൺട്രാക്റ്റിൽ ആൾ ഉണ്ടാവുള്ളൂ. അങ്ങനെ ആക്ടിവേറ്റ് ചെയ്ത മൊമെന്റ് മുതലാണ് ആ കോൺട്രാക്റ്റിനുള്ള ഇൻകം കിട്ടുക എന്ന് പറയുന്നത്. സോ റെഫറൽ ഇൻകം മാത്രമല്ല, ലെവൽ ഇൻകം മാത്രമല്ല, ഒരു ഗ്ലോബൽ ഷെയർ കിട്ടുന്ന രീതിയിൽ ഒരാൾക്കും എപ്പോഴും ഒരു ഇതിന്റെ ഭാഗമായതുകൊണ്ട് പ്രയാസപ്പെടാത്ത രീതിയിൽ എപ്പോഴും ഏത് സമയത്തും ഗ്ലോബലിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്ന സമയത്ത് അത് നിങ്ങൾ ഗ്ലോബൽ ഷെയറിന്റെ കോൺട്രാക്ട് ആക്റ്റീവ് ആണോ, റെസ്പെക്റ്റീവ്ലി ആ കോൺട്രാക്ടിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവിടുന്ന് ഇൻകം കിട്ടും എന്നുള്ളതാണ്. സോ ഇതിന്റെ റവന്യൂ മോഡൽ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ക്രിപ്റ്റോ ഏർണിംഗ് ആണ്. റെഫറൽ ഇൻകം ഉണ്ട്, ലെവൽ ഇൻകം ഉണ്ട്. അത് ആക്റ്റീവായിട്ടും പാസീവായിട്ടും ഉണ്ട്. കാരണം നമ്മൾ ട്രീ ബിൽഡ് ആവുന്നതുകൊണ്ടുണ്ടാവാം, നമ്മൾ ഓൾറെഡി ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഗ്ലോബൽ ഷെയർ എന്നുള്ള ഇൻകം കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ക്രൈറ്റീരിയ ബേസ് നമുക്ക് റോയാലിറ്റി ഇൻകം ജനുവരി 2026 മുതൽ തരുന്നു എന്നുള്ളതാണ്. സോ റോയാലിറ്റി നമുക്ക് മനസ്സിലാവാം. റോയാലിറ്റിക്ക് ഓൾറെഡി 4ഓളം ലെവലുകൾ ഉണ്ട്. ആ 4 ലെവൽ എന്താന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. ബൈ പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്നതിനെ കുറിച്ച് ഞാൻ ഒരിക്കൽ കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് കോൺട്രാക്ട് ആണോ ആക്ടിവേറ്റ് ചെയ്യുന്നത്, അപ്പോൾ $50 ആക്ടിവേറ്റ് ചെയ്താൽ 50 എനർജി ടോക്കൺ നമുക്ക് കിട്ടും. അത് $100 രണ്ടാമത്തെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്താൽ $100 എനർജി ടോക്കനും കൂടി നമുക്ക് കിട്ടും. മൂന്നാമത്തെ കോൺട്രാക്ട് $150 ആക്ടിവേറ്റ് ചെയ്താൽ 150 കൂടി നമുക്ക് കിട്ടും. ഇങ്ങനെ നമ്മൾ എത്ര വരെ കോൺട്രാക്ട് ആണോ ആക്ടിവേറ്റ് ചെയ്യുന്നത്, $1 ഒരു എനർജി എന്നുള്ള രീതിയിൽ നമുക്ക് അത്രയും എനർജി കളക്ട് ചെയ്യാൻ പറ്റും. സോ 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം $150 ആണ് അവിടെ സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ, $150 ആണ് സ്പെൻഡ് ചെയ്യുന്നെങ്കിൽ 1050 എനർജി ടോക്കൺ നമുക്ക് ആ സമയത്ത് തന്നെ നമ്മുടെ വാലറ്റിൽ ക്രെഡിറ്റ് ആവുന്നുണ്ട്. അത് നമ്മുടെ എനർജി ടോക്കനും അത് മാത്രമല്ല, നമ്മളെ റെഫർ ചെയ്ത ആളുകൾ ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതേപോലെ കിട്ടുമ്പോൾ അതോടൊപ്പം തന്നെ നമുക്കൊരു 25% വീണ്ടും ആഡ് ആവും. സോ നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടുവരാനുള്ള ഒരു എലിജിബിലിറ്റി അല്ലെങ്കിൽ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. സോ മാക്സിമം എനർജി ടോക്കൺ കളക്ട് ചെയ്യുക എന്നുള്ളതാണ് ഒരു കേസ്. കാരണം 30 കോടി കോയിൻ മാത്രമേ ഉള്ളൂ ടോട്ടൽ എനർജി ടോക്കൺ സപ്ലൈ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളൂ. അത് നിർത്താൻ വേണ്ടിയിട്ട് പോലും ഇതിന് മെയിൻ്റെനൻസ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കാരണം കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയതുകൊണ്ട് തന്നെ ഇത് ഓൾറെഡി സിസ്റ്റമാറ്റിക്കലി സെറ്റ് ചെയ്ത് വെച്ചതാണ്. 30 കോടി കോയിൻ കംപ്ലീറ്റ് ആകുന്നതോട് കൂടിയിട്ട് ആ ഒരു എനർജി ടോക്കന്റെ സപ്ലൈ സ്റ്റോപ്പ് ആകുകയും സെപ്റ്റംബർ 2026 എക്സ്പെക്ട് ചെയ്യുന്നത്, സെപ്റ്റംബർ 2025 എക്സ്പെക്ട് ചെയ്യുന്നത് നമ്മൾ അതുവരെ കളക്ട് ചെയ്തിരിക്കുന്ന എനർജി ടോക്കന് ബദലായിട്ട് അവർ വരാൻ പോകുന്ന ആ $0.5 ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു ക്രിപ്റ്റോ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് തരുന്നു എന്നുള്ളത്. സോ ആ ഒരു ക്രിപ്റ്റോ ആ ഒരു എനർജി ടോക്കനെ ക്രിപ്റ്റോയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ചാൽ മതി. $0.5 ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്രിപ്റ്റോ കറൻസിയെ എനർജി ടോക്കനായിട്ട് കമ്പയർ ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മളിവിടെ $1050 ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ 1050 എനർജി ടോക്കൺ കിട്ടുന്നുണ്ടെങ്കിൽ അത് $575 ഈക്വലന്റ് ആയിട്ടുള്ള ഒരു ബൈ പ്രോഡക്റ്റ് നമുക്ക് ഇപ്പോഴേ തരുന്നു എന്നുള്ളത്. സോ സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചിൽ $0.5 ലിസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ക്രിപ്റ്റോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കൺ നമുക്ക് സപ്ലൈ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് റോയാലിറ്റി ക്രൈറ്റീരിയ ആണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കാണുന്നുണ്ടാവും മുകളിൽ 0%, 20%, 30% ആൻഡ് 50%. സോ ഫസ്റ്റ് ജെനസിസ് എന്ന് പറഞ്ഞ ഒരു ഏരിയ ആണ്. ജെനസിസ് എന്ന് പറയുന്നത് റോയാലിറ്റി 0 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ബേസ് എലിജിബിലിറ്റി എന്ന് പറയുന്നത് ഒരു 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാൾ എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് ജനുവരി 2026 ഈ റോയാലിറ്റി സപ്ലൈ സ്റ്റാർട്ട് ചെയ്യുന്നു
ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഇപ്പം 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ പോകുന്നുള്ളൂ. 7, 8, 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നത് ജൂലൈ, ഓഗസ്റ്റ് സമയങ്ങളിലാണ്. ഈ സമയം മുതൽ വീണ്ടും 4 മാസം സമയമുണ്ട് നമുക്ക് നമ്മളതായ രീതിയിലേക്ക് 9 കോൺട്രാക്ട് നമുക്ക് ചെയ്യാനും നമ്മുടെ ടീമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതോടെ നമ്മൾ എനർജി ടോക്കണിന് നമുക്ക് ഈ റോയാലിറ്റിയുടെ ബേസിക് എലിജിബിലിറ്റി ആയി. നമ്മൾ റെഫർ ചെയ്തിരിക്കുന്ന 5 പേര് അവര് ഈ 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യുന്നതോട് കൂടിയിട്ട് ടോട്ടൽ റോയാലിറ്റി വാല്യൂയുടെ എല്ലാ മാസം 1-ാം തീയതി സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ടോട്ടൽ പൂളിൽ നിന്നും 20% കിട്ടാൻ പോകുന്നത് ഈ പയനീർ പൊസിഷനിൽ നിൽക്കുന്ന ആളുകൾക്ക് ഡിവൈഡ് ചെയ്ത് കൊടുക്കും. ഉദാഹരണത്തിന് ഒരു $1000 ഡിവൈഡ് ചെയ്യാൻ പോകുന്നെങ്കിൽ അതിൽ $200 ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഈ 5 പേരെങ്കിലും ഡയറക്ട് റെഫറൽ ഉപയോഗിച്ച് വന്നതാണ്. നമുക്ക് എത്ര പേരെയും റെഫർ ചെയ്യാം. നമ്മുടെ ട്രീ 5 പേരായിരിക്കാം വരുന്നത്. ഈ ട്രീ ബിൽഡ് ആവുന്ന 5 ജനറേഷനിൽ മാത്രമുള്ള കേസാണ്. ഗ്ലോബൽ പൂളിൽ ട്രീ ഇല്ല, അത് ഗ്ലോബൽ ഷെയർ ആയിട്ട് പോകുന്നുണ്ട്. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നതിന്റെ 5 മാട്രിക്സ് എന്നുള്ള ട്രീ ബിൽഡ് ആവുകയാണെങ്കിൽ പോലും നമുക്ക് അൺലിമിറ്റഡ് റെഫർ ചെയ്യാൻ പറ്റും. സോ നമ്മൾ എത്ര പേരെ റെഫർ ചെയ്താലും അതിൽ നിന്നൊരു 5 പേര് അതൊരു പയനീർ പൊസിഷനിലേക്ക്, അവര് ജെനസിസ് പൊസിഷൻ എന്ന് പറയുന്നത് ആ 5 പേര് ജെനസിസ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അവര് ബേസിക് എലിജിബിലിറ്റി ആവുന്നതോട്ട് നിങ്ങൾ R1 റോയാലിറ്റി 1 കയറുകയും 20% ഒരു ഷെയർ കിട്ടുകയും ചെയ്യും. ഇവിടെ 30% കിട്ടണമെങ്കിൽ വിഷണറി എന്ന് പറയുന്ന അടുത്തൊരു സെഷനാണ്. എന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന 5 ആളുകളും പയനീർ പൊസിഷനിൽ എത്തുകയാണെങ്കിൽ നമ്മൾ വിഷണറിയിലെത്തി. നമ്മൾ വിഷണറിയിൽ എത്തുമ്പോൾ 30% ഒരു ഷെയർ നമുക്ക് കിട്ടും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത്. ആ വിഷണറിയിൽ നിൽക്കുന്ന നമ്മൾ ട്രയൽ ബ്ലേസറിലേക്ക് പോകണമെങ്കിൽ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്ന 5 പേരും വിഷണറീസ് ആയി കഴിഞ്ഞാൽ അവരുടെ ആ 25 പേരിലേക്ക് അവർ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ പൊസിഷൻ ട്രയൽ ബ്ലേസറിലായി. നമ്മൾ ട്രയൽ ബ്ലേസറിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് 50% ഒരു സ്റ്റേക്ക് കിട്ടും. വളരെ സിസ്റ്റമാറ്റിക്കലി ആയിട്ടാണ് ഈ റോയാലിറ്റി ക്രൈറ്റീരിയ. ഇത് ഇത്ര ഡീറ്റെയിൽ ആയിട്ടാണെന്നുള്ളത് ഇന്ന് PDF വന്നപ്പോഴാണ് മനസ്സിലായത്. വളരെ എന്താ പറയാ 9 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്ത ഒരു പ്രോജക്റ്റ് ആയിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തൊക്കെ ഇത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ 9 കോൺട്രാക്ട് ഇപ്പോൾ ലൈവ് ആവാത്തത് കൊണ്ടും 6 കോൺട്രാക്ട് ലൈവ് ആക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ടീം ബിൽഡ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ നിൽക്കുന്നത് കൊണ്ടും ആ ഒരു സമയം കൊണ്ട് നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന ടീം ഒന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പൊ കൊണ്ടുവരുന്ന ടീമിന് നിങ്ങൾക്കാണെങ്കിലും അവർക്കാണെങ്കിലും ഗ്ലോബൽ ഈ പ്രോജക്റ്റിൽ ആര് വന്നാലും അവർക്കൊക്കെ ഈ ഗ്ലോബൽ ഷെയർ കിട്ടുന്നത് കൊണ്ട് അവർക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു എന്താ പറയാ ഒരു ട്രാൻസ്പെറൻസി അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റി എത്രത്തോളമാണ്, അല്ലെങ്കിൽ ഈ PDF പറഞ്ഞതുപോലെയാണ് അതിന്റെ ഡിസ്ട്രിബ്യൂഷൻ നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ടീമും കൂടി ഉണ്ടെങ്കിൽ നമ്മൾ ഈ 7-ാമത്തെയും 8-ാമത്തെയും 9-ാമത്തെയും കോൺട്രാക്ട് ആക്ടിവേറ്റ് ആക്കാനും 9ലേക്ക് എത്തുക എന്ന് പറയുന്നതൊക്കെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. കാരണം ഇപ്പൊ നമ്മൾ ആ കാണുന്ന 500, 1000, 1500 ഒന്നും വാല്യൂ ആ സമയം കൊണ്ട് നമ്മൾ ഏൺ ചെയ്തെടുത്തു ആലോചിച്ചാൽ കിട്ടാവുന്നതുള്ളൂ. അതേപോലെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഇൻകം സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് റെഫറൽ ഇൻകത്തിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് 1-ാമത്തെ കോൺട്രാക്ട് മുതൽ 3-ാമത്തെ കോൺട്രാക്ട് വരെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത് $300 ആണ്. $300 സ്പെൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ 27,000 രൂപയാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. ഈ $300 സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 5 പേരെങ്കിലും റെഫർ ചെയ്യുക. നമ്മുടെ ലൈഫ് ടൈം കോൺടാക്ട് ഒരു 5 പേരെ റെഫർ ചെയ്താൽ ആ 40% റെഫറൽ ഇൻകം മാത്രം നമുക്ക് $600 കിട്ടും. $300 സ്പെൻഡ് ചെയ്ത് വന്ന് നമ്മൾക്ക് 5 പേരിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് 5 പേരിലേക്ക് ഇതേ റെഫറൽ നിങ്ങൾ ചെയ്ത് അത്രയും തന്നെ ആ 3 കോൺട്രാക്റ്റുകൾ ആക്ടിവേറ്റ് ചെയ്യും. ഞാനൊരു ബേസ് ആയിട്ടുള്ള 3 ലെയർ എടുത്തെന്ന് മാത്രം $600 നമുക്ക് റെഫറൽ ഇൻകം മാത്രം കിട്ടും. അതേപോലെ തന്നെ നമുക്ക് 5 മാട്രിക്സ് 5 ലെവലിലേക്ക് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 5 ജനറേഷനിലേക്ക് നമുക്ക് അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തിട്ട് പോകാൻ പറ്റിയാൽ നമുക്ക് $46,860 കിട്ടും. 46,860 എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 43 lakhs കിട്ടും. പ്ലസ് ഗ്ലോബൽ ഷെയർ അൺലിമിറ്റഡ് ആണ്. കാരണം 3-ാമത്തെ കോൺട്രാക്ട് നമ്മൾ ലൈവ് ആണ്. ഇനി 1 മുതൽ 6 വരെ കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എത്രയാണ്? $1,050 ആണ്. 94,500 രൂപ. അവിടെ നമ്മൾ ആ 5 പേരെ റെഫർ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് $2,100 കിട്ടുന്നുണ്ട്. അറൌണ്ട് 1.9 lakh നമുക്ക് കിട്ടും. 1,90,000 കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ $2,100 കിട്ടുന്നുണ്ട്. അവിടെ നമ്മൾ അതേ ടീമിനെ തന്നെ ഈ നമ്മൾ ചെയ്തിരിക്കുന്ന 6 കോൺട്രാക്ട് തന്നെ 5 പേരിലൂടെ ആ ഡ്യൂപ്ലിക്കേഷൻ കറക്റ്റ് കൊണ്ടുപോകാൻ പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് $1,87,440 എന്ന് പറയുന്നത് 1,68 crores ആണ്. 1,68,00,000 $187,000 എന്ന് പറയുന്നത്. പ്ലസ് നമ്മളവിടെ 5-ന്റെയും 6-ന്റെയും ഗ്ലോബൽ ഷെയറിന് ലിമിറ്റ് ഇല്ലാതെ അൺലിമിറ്റഡ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇനി 3-ാമത്തെ ഒരു ഇൻകം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ ഓപ്പൺ ആക്കാൻ പോകുന്ന 3 കോൺട്രാക്ട് അടക്കമുള്ള കാൽക്കുലേഷൻ എടുത്താൽ 1 മുതൽ 9 വരെ കോൺട്രാക്ട് എടുക്കാൻ വേണ്ടിയിട്ട് ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത് $4,050 ആണ്. അപ്രോക്സിമേറ്റ്ലി 3,64,000 രൂപയാണ്. അവിടെ നമ്മൾ ആ 9 കോൺട്രാക്റ്റേക്ക് നമ്മൾ 5 പേരെ റെഫർ ചെയ്ത ആളുകൾ എത്തിക്കുമ്പോഴേക്ക് ഇപ്പം കൊണ്ടുവന്ന ആൾ തന്നെയാണ് 7, 8, 9 ഭാവിയിൽ ഓപ്പൺ ആക്കാനുള്ളത്. ഇപ്പൊ നമ്മൾ എത്ര പേരെ കണക്ട് ചെയ്താലും അതിലൊരു 5 പേര് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ആ റെഫറൽ ഇൻകം മാത്രം $8,100 ആണ്. എന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ് ഒരു 7.6 അല്ലെങ്കിൽ 7.6 lakhs 7.7 lakhs ആണ്. പ്ലസ് നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന 5 മാട്രിക്സിലേക്കുള്ള ലെവൽ ഇൻകം മാത്രം
ഈ $6,56,040 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 5.9 crores ആണ്. ഈ വാല്യൂനെ ഒരു അഗ്രസീവായിട്ട് കാണിക്കുകയല്ല. ഇതാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ സ്ട്രക്ചർ ഡിസൈൻ എന്ന് പറയുന്നത്. ഇത് വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ഡിസൈൻ ചെയ്തതാണ്. വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ പ്ലാൻ ആണ് കോഡിങ് ചെയ്തിരിക്കുന്നത്. അത് അത്രയും ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് അത്രയും അതിനെ കീറി മുറിച്ച് പരിശോധിക്കുക എന്നുള്ളതാണ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് അതേ രീതിയിൽ തന്നെയാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു PDF വരുന്നത് വരെ ഓഫ് കോഴ്സ് അതിലെന്തെങ്കിലും മാറ്റങ്ങൾ വരാൻ സാധ്യത ഉണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ട്. പക്ഷെ ഒഫീഷ്യലി PDF വരുന്നതൊട്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, നമുക്ക് അവർ തന്നിരിക്കുന്ന ഇൻഫർമേഷൻ തന്നെയാണ് PDF അവർ ഒഫീഷ്യലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. സോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ 1 to 9 കോൺട്രാക്റ്റിൽ ആക്ടിവേറ്റ് ചെയ്താലും നമുക്ക് 3-ന്റെയും 6-ന്റെയും 9-ന്റെയും ഗ്ലോബൽ ഷെയർ നമുക്ക് കിട്ടുന്നുണ്ട്. അത് ലോകത്ത് ആര് ആക്ടിവിറ്റി നടത്തിയാലും നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടും. ഇനി വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കാം, നമ്മൾ ഒരാളെ കൊണ്ടുവന്നു അല്ലെങ്കിൽ നമ്മൾ തന്നെ വന്നു, നമ്മൾ ഒരാളെ റെഫർ ചെയ്യുന്നതിൽ എന്തെങ്കിലും കാരണത്തിൽ ലാഗിങ് വന്നാൽ പോലും നമുക്ക് ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഗ്ലോബൽ ഷെയർ 6 കോൺട്രാക്ട് ആക്ടിവേറ്റ് ചെയ്ത ഒരാളെ സംബന്ധിച്ച് 94,500 രൂപ മുടക്കിയിട്ടുണ്ടെങ്കിൽ ആ 94,500 രൂപക്ക് 3-ാമത്തെയും 6-ാമത്തെയും കോൺട്രാക്ടിന്റെ ഗ്ലോബൽ ഷെയർ കിട്ടിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവരെ സംബന്ധിച്ചിടത്തോളം അവരെ റെഫറലിൽ തന്നെ അവർ ചിന്തിക്കുന്നത് ഒരു ഇൻവെസ്റ്റർ മോഡിലായിരിക്കാം. അവർ പറയുന്ന ആളുകൾ ഈ ഒരു ഗ്ലോബൽ ഷെയർ കിട്ടുന്നതിന്റെ ആ ഒരു എന്താ പറയുക പോസിറ്റീവ്നെസ് കണ്ടിട്ടായിരിക്കും അവർ ആളുകളോട് പറയുന്നത്. അത് എന്താ സംഭവിക്കാൻ പോകുന്നത്? ഓഫ് കോഴ്സ് അവർ കൊണ്ടുവരുന്നത് ഇൻവെസ്റ്റർ മോഡൽ ആളുകളായിരിക്കും. പക്ഷെ അവർ തന്നെയാണ് അവരെ ട്രീ ബിൽഡ് ആവുന്നത്. അവരെ കെയർ ഓഫിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ട്രീ ബിൽഡ് ആകുക തന്നെ ചെയ്യും. അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നത്? എവിടെയാണോ പൊസിഷൻ നടക്കുന്നത് അവിടെ റെഫറൽ ലിങ്കും കിട്ടും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രയോറിറ്റി പൊസിഷൻ വൈസ് നമ്മൾ ഒരാളെ റെഫർ ചെയ്താലും ഇല്ലെങ്കിലും, നമ്മൾ ചെയ്ത ആളാണെങ്കിലും അല്ലെങ്കിലും, നമ്മൾ അപ്ലൈൻ കാരണമായിരിക്കാം, നമ്മുടെ ടീം കാരണമായിരിക്കാം, നമ്മുടെ തൊട്ട് താഴത്തോ അതിന്റെ തൊട്ട് താഴത്തോ അല്ലെങ്കിൽ ഈ ആദ്യത്തെ 2-3 ലെയറിന്റെ ഇടയിൽ ഒരാൾ പൊസിഷൻ കറക്റ്റ് ആയിട്ട് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാൾ വരികയാണെങ്കിൽ അവർ ചെയ്യുന്ന എല്ലാ ആക്ടിവിറ്റിക്കും നമുക്ക് ലെവൽ ഇൻകം കിട്ടുകയാണ്. അവർ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിക്കും, അവർ ചെയ്യുന്ന നമ്മളുടെ 5 ലെവലിൽ അവർ എവിടെയൊക്കെ വർക്ക് നടക്കുന്നോ അതിനൊക്കെ നമുക്ക് ലെവൽ ഇൻകം കിട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ജനറേഷൻ ഇൻകം കിട്ടുന്നുണ്ട്. സോ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ പ്രോജക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഓവറോൾ ഫീച്ചേഴ്സ് എന്ന് പറയുകയാണെങ്കിൽ മൈനിങ് ആക്ടിവിറ്റീസ്, ടോക്കൺ എനർജി ടോക്കൺ കളക്ട് ചെയ്യുന്നതോട്ട് അതിന്റെ മൈനിങ് ആക്ടിവിറ്റീസ് ഉണ്ട്, NFT മാർക്കറ്റ് പ്ലേസ് ഉണ്ട്, അതേപോലെ ബ്ലോക്ക് ചെയിൻ ബേസ്ഡ് ഗെയിമിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, ടോക്കണോമിക് എക്കോസിസ്റ്റം എന്ന് പറഞ്ഞാൽ അവരുടെ ഓൺ ക്രിപ്റ്റോ കറൻസി ലോഞ്ച് ചെയ്യുന്നുണ്ട്. ആ ക്രിപ്റ്റോയിലൂടെ സ്റ്റേക്കിംഗ് മെത്തേഡുകൾ അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പാസീവ് ഇൻകം അഡീഷണൽ ജനറേറ്റ് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതേപോലെ തന്നെ വാലറ്റ് ചേഞ്ച് ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ കേസ് ഓഫ് ഹാക്കിംഗ് സംഭവിച്ചാൽ ആർക്കെങ്കിലും എപ്പോഴെങ്കിലും ഒരു വാലറ്റ് ഹാക്ക് ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ കോംപ്ലിക്കേഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു കൃത്യമായ ഒരു സിസ്റ്റമാറ്റിക്കൽ രീതിയിൽ തന്നെ അതിനൊരു പാനൽ ഉണ്ട് അവർക്ക്. ആ പാനൽ പ്രകാരം വാലറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള പെട്ടെന്ന് ചെയ്തു തീർക്കുന്ന രീതിയിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ലാഗിങ് വരുന്ന രീതിയിലല്ല. യൂസർ ബെനിഫിറ്റ് നോക്കുകയാണെങ്കിൽ ഇൻകം അതൊരിക്കലും സ്റ്റോപ്പ് ചെയ്യാത്ത രീതിയിലുള്ള ഇൻകം രീതിയിൽ തന്നെയാണ് ഗ്ലോബൽ ഷെയർ പോലുള്ള സംഭവങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് കോൺട്രാക്ട് വളരെ സെക്യൂർ ആയിട്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ കോൺട്രാക്ട് ഡിസ്ട്രിബ്യൂഷൻ വളരെ പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുന്ന രീതിയിലാണ് അതിന്റെ കോഡിങ് ചെയ്തിരിക്കുന്നത്. സോ റിസ്ക് ഇല്ല, ഒരു മാനിപ്പുലേഷൻ ഇല്ല, നമുക്ക് എന്തെങ്കിലും ആരെങ്കിലും കാണിച്ചു ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഇൻകം നമുക്ക് നമ്മുടെ സ്മാർട്ട് കോൺട്രാക്റ്റുകൾ തുറന്ന് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ, നമ്മളെ ട്രീ കാണിക്കാൻ പറ്റുന്ന രീതിയിൽ, നമുക്ക് കിട്ടുന്ന ഇൻകം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അവർ അതിന് ഇന്റർഫേസ് ഡിസൈൻ ചെയ്യുന്നത്. സോ വളരെ ട്രാൻസ്പെറന്റ് ആയിട്ട് ആർക്കും ഏത് സമയത്തും ഈവൻ പോളിഗൺ സ്കാനർ പോലും തുറന്നിട്ട് നമ്മുടെ ഇൻകം കാണിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫുൾ കൺട്രോൾ, അതായത് ഒരു ഒരു ഇതുമില്ലാതെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള ആക്സസ് ആണ് എല്ലാ കാര്യങ്ങളും ചെയ്തിരിക്കുന്നത്. Web3 വാലറ്റ് ആണ്, അൺലിമിറ്റഡ് ഏർണിംഗ് പോസിബിലിറ്റീസ് ആണ്. ഇതാണ് അതിന്റെ ആക്ച്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. അൺലിമിറ്റഡ് ഏർണിംഗ് പോസിബിലിറ്റി, ആ വേർഡ് യഥാർത്ഥത്തിൽ അത് കറക്റ്റ് ആണ്. അത് നമുക്കത് ഈ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മൾ അത് മനസ്സിലാക്കാൻ പോകുന്നത്. ആൻഡ് ഹൈലൈറ്റ്സ് എന്ന് പറയുന്നത് വളരെ ഏർലി സ്റ്റേജിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതിന് ക്രിപ്റ്റോ എന്ന് പറയുന്നത് കാലഘട്ടം നോക്കുകയാണെങ്കിൽ 15 വർഷമായെങ്കിൽ പോലും ആളുകൾക്കിടയിൽ അത് ഫെമിലറായി തുടങ്ങിയത് കഴിഞ്ഞ 3-4 അല്ലെങ്കിൽ ഒരു 5 വർഷത്തിന്റെ ഇടയിലാണ്. സോ നമുക്ക് ഇതുപോലൊരു പ്രോജക്റ്റ് കിട്ടുക എന്ന് പറയുന്നതാണ് അതിലൂടെ മാസീവ് ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഒരു പ്രോജക്റ്റ് ആണ്. കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആൻഡ് സ്മാർട്ട് ട്രാൻസ്പെറന്റ് ആണ്. ഫിനാൻഷ്യൽ ഫ്രീഡം ഡെവലപ്പ് ചെയ്യാൻ ഇതിനോട് അപ്പുറത്തേക്ക് മറ്റൊന്നും കാണേണ്ടതില്ല. ഈ ഒരു പ്രോജക്റ്റിന്റെ അവസാനം അവർ മെൻഷൻ ചെയ്തതും അത് റൈറ്റ് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദ റൈറ്റ് പ്ലേസ് ടു ചേഞ്ച് യുവർ ലൈഫ് എന്ന് പറയുന്നത് വെറുതെ ആവില്ല. ഈ പ്രോജക്റ്റ് ആ രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കിട്ടിയ പ്രോജക്റ്റിനെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഞാൻ എല്ലാത്തിനേക്കാളും ഇതിൽ കണ്ടൊരു ബ്യൂട്ടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ എൻറ്റയർ റോഡ് മാപ്പ് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്ത് പോയിട്ട് ഒരു കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഏതെങ്കിലും ഒരാളോട് ഇത് റെഫർ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൊണ്ട് ഇതാണ് കോൺട്രാക്റ്റുകൾ, ഇതാണ് വാല്യൂ, ഇത് ചെയ്താൽ ഇന്ന കാര്യങ്ങൾ നടക്കും, ഈ രീതിയിൽ ചെയ്താൽ നിങ്ങൾക്ക് ഗ്ലോബൽ ഷെയർ കിട്ടും. 3-ാമത്തെ കോൺട്രാക്റ്റും 6-ാമത്തെ കോൺട്രാക്റ്റും ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗ്ലോബൽ ഷെയർ കിട്ടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞൊരു 10 മിനിറ്റ് മുതൽ മാക്സിമം 15 മിനിറ്റ്, അതിൽ കൂടുതൽ ഒരാളോട് ഇത് എന്താ പറയുക ഒരുപാട് സ്റ്റോറി ആയിട്ട് പറയേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ചും ആളുകൾക്ക് ക്രിപ്റ്റോ കറൻസികൾ അറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ.
നമുക്ക് കിട്ടുന്ന പ്രോജക്റ്റ് അത് കൃത്യമായിട്ട് വെരിഫൈഡ് ആണോ, ഇത് സ്കാം ആയിട്ട് ആവാൻ സാധ്യതയുണ്ടോ, MTF ചെയ്തതുപോലെ മറ്റുള്ളവർ ചെയ്ത പോലെ ഒരു കോമ്പൗണ്ട് പ്രോഫിറ്റ് അല്ല. ആരും ഇവിടെ ഒരു പെർസെന്റേജ് ഓഫർ ചെയ്യുന്നില്ല, ഡെയിലി പെർസെന്റേജോ തരുന്ന രീതിയിലേക്ക് ഒന്നും ഡിസൈൻ ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കിട്ടിയ പ്രോജക്റ്റ് അത് എത്രത്തോളം ബ്യൂട്ടിഫുൾ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. വളരെ വലിയ രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗപ്പെടുത്തുക. ലൈഫിൽ ഇതുപോലുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് മാത്രമല്ല, ഞാൻ വിശ്വസിക്കുന്നത് എംപവർ ഫാമിലി പോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ ഇതിന്റെ ഭാഗമാവാൻ പറ്റുക എന്നുള്ളതാണ്. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം ആണെങ്കിലും ആളുകളെ ഇതിനെ കൃത്യമായിട്ട് ഗൈഡൻസ് തരുന്ന കാര്യമാണെങ്കിലും, അതൊരു 7am സൂം ആണെങ്കിലും അല്ലെങ്കിൽ BOP എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും, ടെക്നിക്കൽ സൈഡ് എഡ്യൂക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും, റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാമുകളാണെങ്കിലും, അതിനൊക്കെ ഒരു സിസ്റ്റമാറ്റിക്കലി പോകുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അല്ലെങ്കിൽ ഒരു ഫാമിലിയാണ് എംപവർ എന്ന് പറയുന്നത്. സോ എംപവറിന്റെ ഫാമിലിയുടെ ഭാഗമാവാൻ ശ്രമിക്കുക. പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ പോകുന്നത് എക്സ്പെക്ടഡ് ഡേറ്റ് എന്ന് പറയുന്നത് മാർച്ച് 10-ന്റെയും 15-ന്റെയും ഇടയിലാണ്. സോ നമ്മളെ മുന്നിൽ വേറൊരു 15 ദിവസം ബാക്കിയുണ്ടെന്ന് ഓർക്കുക. ഇന്ന് 1-ാം തീയതിയാണ്, റമദാനാണ്. പല ആളുകൾക്കും പല രീതിയിലുള്ള ക്ഷീണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും എന്നറിയാം. പക്ഷെ എന്നാൽ പോലും നമ്മുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഏർലി ബേർഡ് ആകുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. ഏർലി ബേർഡ് ആകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ രീതിയിൽ തുടക്കം മുതൽ ഇൻകം എടുക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. സോ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ഗുഡ് നൈറ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് സാർ. നമുക്ക് നല്ലൊരു ഡിജിറ്റൽ കൈയടി അദ്ദേഹത്തിന് നൽകാം. ഒരുപാട് സമയങ്ങളൊന്നും എടുക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്തു, നല്ല വാല്യുബിൾ ആയിട്ട് നമുക്ക് ഈ ഒരു പ്ലാൻ പ്രസന്റേഷൻ ചെയ്തു തന്നു. നമ്മൾ എടുക്കുന്ന തീരുമാനമാണ് നമ്മൾ ലൈഫിൽ എന്ത് ചെയ്യുന്നത് ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മൾ ലൈഫിൽ നല്ലൊരു സമയത്താണ് ഈ ഒരു അവസരം നമ്മുടെ കൈകളിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈകിയ വേളയിലും നിങ്ങൾ ഓരോരുത്തരും നമ്മളോടൊപ്പം ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥതയോട് കൂടിയാണ് ഈ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തിയോട് വളരെ വ്യക്തമായിട്ട് ചോദിക്കുക, മനസ്സിലാക്കുക. ഇതിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിനു ശേഷം ഞങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുക. ഞങ്ങൾ എല്ലാവരും നിങ്ങളോട്